എന്റെ ചാനലാണോ ഇവരുടെ ചാനലാണോ എനിക്ക് ചെറിയ ഡൗട്ട്. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകുവാണ്. എത്ര ദിവസത്തിന് ശേഷം നാട്ടിൽ പോകുന്നത്? 19 ദിവസം. നീണ്ട 19 ദിവസം. യെസ്, അതിനുശേഷം ഞാൻ നാട്ടിൽ പോവാണ്. അതൊരു കൊല്ലമായിരുന്നു ഗായ്സ്. കോട്ടയത്ത് നിന്ന് കണ്ണൂരേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ 4 പേരായിരുന്നു ഗ്യാങ്. അപ്പൊ ഇവർ 3 പേരിന്ന് ഹോസ്റ്റലിലാണ്. അപ്പൊ ഞാൻ തിന്നുന്ന ഫുഡിന്റെയും എല്ലാത്തിന്റെയും ഫോട്ടോ ഒക്കെ അയച്ചുതരാം. ഇവളെ അമ്മ വിളിച്ചു പോലെ നോക്കിയില്ല, ഇവളെ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. എന്നെ പിന്നെ എല്ലാരും നോക്കുന്നോണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് വരാം. അങ്ങോട്ട് വരട്ടെ ചോദിച്ചിട്ട് പോകുന്നത് അല്ല, എന്നെ വിളിച്ചതാണ്. ഞാനില്ലാണ്ട് എന്റെ വീട്ടുകാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല പോലും, അതുകൊണ്ട് ഞാൻ പോകുന്നേ. അപ്പം നമ്മളെ പോകും 5-ാം തീയതി. അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നോണ്ട് ഈറ്റിങ്ങൊക്കെ എല്ലാം ഒരു സംശയം. ഞാൻ വല്ല കുഴിയിലോ പോയി ചാടാം. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു വ്ളോഗ് എടുക്കാം. ഞാൻ ബസ്സിലാണ് പോകുന്നത് ഗൈസ്. അപ്പം അതെല്ലാം കാണാൻ വെറുതെ ബസ് കിടന്ന് ഉറങ്ങുന്നത് ഉണ്ട്, വെറുതെ ഇല്ല. സോ ഒരു മിനി വ്ളോഗാണ്. അങ്ങനല്ല. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇവളാരും കൂട്ടാൻ വന്നില്ല, ഇവളാരും വിളിച്ചു പോലും നോക്കാറ്. ഞാൻ പറഞ്ഞില്ല നിങ്ങളെ അവിടെ എടുത്ത് മടിച്ചാന്ന്. ഗൈസ്, എന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഗൈസ്. ഇതന്നെ ട്രോഡ് വെച്ച് കയറ്റും. പെയിന്റ് അടിച്ചത് പുട്ടി, തലയില് പുട്ടി. അപ്പം നമ്മുടെ വീഡിയോ വഴിയെ എന്തൊക്കെയാന്ന് കാണാം. ഒന്നും ഉണ്ടാവില്ല, ഞാൻ കിടന്നുറങ്ങുന്ന വീഡിയോകള് വേർപ്പിച്ച്. അപ്പം സോ ഞാൻ പോകുന്നതിന്റെ സങ്കടം എന്റെ കൃഷ്ണക്ക് മാത്രമേ ഉള്ളൂ. കഴിയടി, എനിക്ക് എന്തെങ്കിലും പറയണ്ട, പറ. ഏതോ സ്പീക്കറുടെ എടാ ഞാൻ പോണാടാ. ശരിയടാ, എനിക്ക് ഞാൻ ഒന്നും കണ്ടില്ലടാ. കല്ലമ്മക്കയും കൊണ്ടല്ല, ഒന്നും കണ്ടില്ല. സ്റ്റോറി ഇത് എടുക്കരുത്. ഇല്ലടാ, കൊണ്ടുവരും എന്റെ മന്തിന്. വീണ്ടും സന്ധ്യ മാമിന്റെ ഒപ്പം. സോ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ആരെല്ലോ വന്നിട്ടുണ്ട്. എന്നോടുള്ള സ്നേഹം മൂത്ത കയറിയതാണ്. അപ്പം ഗൈസ്, ബസ് കയറി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക, ബസ്സിൽ ഒറ്റയ്ക്ക് പോകുന്നൊരു ത്രില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇപ്പം വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ബസ് മാറി കയറി. പിന്നെ ഫ്രണ്ട്സൊക്കെ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സ് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നീ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങാണ്ടിരിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വ്ളോഗ് എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ഇരിട്ടായിരുന്നു ഗൈസ്. പിന്നെ തൃശ്ശൂർ ബസ് നിർത്തി. സ്റ്റോപ്പിലെത്തിയപ്പം നല്ലൊരു ഫുഡ് കഴിച്ചു. പൊറോട്ടയും ബീഫും കഴിച്ചു. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ഫുഡ് കഴിച്ചൊരു ഫീലായിരുന്നു. അങ്ങനെ വീണ്ടും ബസ്സിൽ കയറി. ഗെയിൻ സ്ലീപ്പ്.
ഗൈസ് വീട്ടിലെത്തി. അപ്പം നാളെ രാവിലെ കാണാം. നല്ല ഉറക്കം വരും.